അങ്ങനെ വളർന്ന് വന്ന് പലതരത്തിലുള്ള വാദങ്ങൾ. അപ്പോൾ ഭൗതികമായ ഒരു സൃഷ്ടിയുടെ സഹായം ഭൗതികമാവും, അത് ശിർക്കാവില്ല. ഇപ്പം രാമ ഒരു തേങ്ങ വലിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അത് ഭൗതികമാണ്, ആ സഹായം ഭൗതികമാണ്, തേങ്ങവലി ഭൗതികമാണ്. രാമൻ നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ്. ഇതേപോലെ മാത്രമേ ഉള്ളൂ എന്നല്ല ഇതിൻ്റെ വാദം. അതങ്ങനെ മൂത്ത് ഒരു പുതിയ തത്വമാണ്. ഫിസിക്സ് അധ്യാപകന്മാർ വരെ ഈ വാദത്തിലുണ്ട്. ഏതില്ലേ? ഭൗതികം എന്ന വാദത്തിൽ. പല സ്ഥലത്തും ക്ലാസ് നടക്കുന്നതിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇതാ ഭൗതികവാദം പഠിപ്പിക്കുന്ന അധ്യാപകർ. ഇതിലൊക്കെ ഉള്ള അപകടം എന്താണെന്നറിയാമോ? ജിന്ന് ഭൗതികമാണെങ്കിൽ, ജിന്നിൻ്റെ സഹായം ഭൗതികമാണെങ്കിൽ, ജിന്നിൻ്റെ അക്രമവും ഭൗതികമാണ്. മനസ്സിലാക്കണം. ജിന്ന് സഹായിക്കുന്നത് ഒരു ഭൗതിക സഹായമാണെങ്കിൽ, ജിന്ന് ആക്രമിക്കുന്നതോ അതും ഭൗതികമാണ് ആവണമല്ലോ. നമ്മുടെ 18കാരിയായ പെൺകുട്ടിയെ ഒരു ജിന്ന് തട്ടിക്കൊണ്ടുപോയി, സങ്കല്പിക്കുക. അതെന്താണ് ആ തട്ടിക്കൊണ്ടുപോകൽ? ഭൗതികമല്ലേ? തട്ടിക്കൊണ്ടുപോയിട്ടില്ല, കാണുന്നില്ല എന്ന് വിചാരിക്കുക. 4 ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കണ്ടു. നീ എവിടെയായിരുന്നെടി? എന്നെ ഒരു ജിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ജിന്ന് ഭൗതികമെന്ന് വാദിക്കുമ്പോൾ. പിന്നീട് കുട്ടി ഗർഭിണിയായി എന്ന് വിചാരിക്കുക. മനുഷ്യരാരുമല്ല അതിന് ഉത്തരവാദി, ജിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ട് ഇത് ജിന്നിൻ്റേതാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ രീതിയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം പോകുന്നു എന്ന് വെച്ചാൽ എന്തൊരപകടമാണ്. അപ്പോൾ ജിന്നിൻ്റെ സഹായം ഒരിക്കലും ഭൗതികമല്ല, അഭൗതികമാണ്. അതിനോട് സഹായം തേടരുത് എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഇത് ദുർബലവും തെളിവിന് കൊള്ളാത്തതുമായ ഹദീസാണെന്ന് ഇതിൻ്റെ വക്താക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്തിന് അതങ്ങ് തള്ളിയാൽ പോരെ? ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ഇതിൻ്റെ ആളുകളോട്, നേർക്ക് നേരം. ഒക്കെ മക്കയിൽ നിന്ന് കുറേ സമയം ഉണ്ടായിരുന്നു. യാഴ് ബാദല്ല ആയിനോനി എന്നൊരുത്തം വിളിച്ചില്ല. ആ സമയം കൂടി അള്ളാഹുവെ രക്ഷിക്കണമെന്ന് വിളിച്ചു. എന്താ പ്രശ്നം? അതങ്ങ് കളഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ വിജനപ്രദേശത്താവുമ്പോൾ ഇവർക്ക് ഭൗതികമായ കഴിവുണ്ടെന്നും ആൾക്കാർ കൂടുമ്പോൾ കഴിവില്ലാന്നും വരുമല്ലേ? അതായത് വിജനപ്രദേശത്തേക്ക് മാത്രം. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്.